പോർച്ചുഗലിൽ സിമിയും സുനിലും ഗിഫ്റ്റ് തന്ന കലണ്ടർ അതിവിടെ സ്ഥാപിച്ചു നമ്മുടെ സിൽവർ പ്ലേ ബട്ടന് മുന്നിൽ. ഇതെന്താ ക്രിസ്മസ് അപ്പാപ്പനെയും എന്തും വെച്ചേക്കുന്നത്? ഇതേ പുതിയ ഗ്യാസ് സ്റ്റവ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് സ്റ്റവിന് കുറച്ച് ആർഭാടൊക്കെ ഉള്ള തൃശ്ശൂർ പൂരം പോലെ ഒരു സൗണ്ട് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. കാരണം ഇത് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരപ്പോ എക്സോസ്റ്റ് ഓൺ ചെയ്യണത്ര. എക്സോസ്റ്റ് ഓൺ ചെയ്യുന്നില്ലേ, ലൈറ്റ് ഓൺ ചെയ്യുന്നു. എക്സോസ്റ്റ് ഓൺ ചെയ്യുന്ന പറഞ്ഞത്. അപ്പൊ വീഡിയോ എടുക്കുമ്പോ നമുക്ക് സൗണ്ട് കേൾക്കുമോ? അത് ഓഫ് ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ട് നീ ഡയലോഗ് പറഞ്ഞിട്ട് വീഡിയോ വെച്ചോ. അവര് ആയിരുന്ന സമയം കൊണ്ട് നമുക്ക് ഫയറെല്ലാം പഠിച്ചാലോ. ഫയറെല്ലാം പഠിച്ചാൽ മാനേജ് ചെയ്യാം. നീയല്ല അതിൻ്റെ ആള്. എന്തായാലും നമ്മൾ വീഡിയോയിൽ പറയണ്ടല്ലോ ഇത് ചെയ്യാൻ പോണെന്ന്. അപ്പൊ പിന്നെ ഇനി കട്ട് ചെയ്ത് കളയാതാണ്ട്. അപ്പൊ ധൈര്യമായിട്ട് കാച്ചിക്കോ പോലെ പിള്ളേരൊക്കെ വിളിക്കും. അവി ആയുഷ്. അപ്പൊ പാലൊഴിച്ചു. അപ്പൊ പാലൊഴിച്ച പാത്രം കത്തിലോ തീ. കൊറേ വർഷത്തിന് ശേഷമാണ് ഗ്യാസ് ഉപയോഗിക്കുന്നത്. വീട്ടില് പോകുമ്പോ ഉപയോഗിക്കുന്ന, നാട്ടില് അല്ലാതെ ദുബായില് മറ്റേതിൽ ഉപയോഗിച്ചേ ഇനി ഒന്ന് ശീലമാവണം. ഇതില് ഫയറെല്ലാം അടിക്കില്ല. അതിലെ ഞാൻ പറഞ്ഞത് നോപ്പാ. ഇങ്ങനെ എന്താ പറയാ, പുകയൊക്കെ വരില്ലേ, കടുകൊക്കെ കാച്ചില്ലേ, അപ്പോഴായിരിക്കും അടിക്കണ്ടാവുക. അപ്പോഴാണ് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഓൺ ചെയ്താൽ മതിയായിരിക്കും തോന്നുന്നു. നിനക്ക് ഇവിടെ വേറെ മലയാളി ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരോടൊക്കെ ചോദിച്ച് കൺസൾട്ട് ചെയ്ത് ചെയ്യാലോ. ഫയറെല്ലാം അടിക്കുന്നോ? നമുക്ക് പാലിങ്ങനെ തിളച്ചിട്ട് പിന്നെ പുറത്തേക്കൊന്നും ഞാൻ തൂവാന്ന് സമ്മതിക്കില്ല കേട്ടോ. വയ്യ. അതല്ല ആകെപ്പാടെ പിന്നെ ഈ പറഞ്ഞ പോലെ വല്ല കരിഞ്ഞ് വല്ല ഫയറെല്ലാം പഠിച്ച് കഴിഞ്ഞ് പണിയിട്ട്. അതുകൊണ്ട് തിളച്ച് വരുമ്പോ ഞാൻ ഓഫ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ചായ അല്ലെങ്കിൽ എന്നിട്ട് വേണ്ടേ, സാധാരണ പായസം ഉണ്ടാക്കാറാണ് പതിവ്. പക്ഷെ നിങ്ങൾക്ക് ആയിരിക്കും പായസം വേണ്ടാത്തതുകൊണ്ട് ഞാൻ ചായ ഉണ്ടാക്കി തരാം. ഞാൻ കണ്ടു. I was hiding in the water. Hiding in full pay? I slipped even Nandu. ബാക്കിലേക്ക് വീണ നല്ല രസമുണ്ടാവും കേട്ടോ. അച്ഛനെ കാണുന്നില്ലേ? അതെന്തത് ഗൃഹനാഥൻ ഇല്ലാണ്ട് എന്ത് വീഡിയോ? ഗൃഹനാഥന്റെ ശബ്ദം മാത്രം. അപ്പൊ നമ്മളെ ഒരുപാട് പേര് മിസ് ചെയ്തു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഷിഫ്റ്റിംഗ് ആയതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. അതുകൊണ്ട് വീടൊക്കെ ഒരുവിധം സെറ്റിലായെന്ന് പറയാം. ഇനിയും കുറെ സെറ്റിൽ ആക്കാനുണ്ട്. എന്നാലും ഇപ്പൊ ഒന്ന് കാണിക്കാന്നുള്ള പരുവത്തിലായിട്ടുണ്ട്. നാട്ടുകാരെ കാണിക്കാന്നുള്ള പരുവത്തിലായി. നാട്ടുകാരെ മാത്രല്ല എല്ലാവരെയും. ഈ കുറച്ചുകൂടി പണിയുണ്ട്. എന്നാലും അപ്പൊ നിങ്ങൾക്ക് വേണ്ടിട്ട് എന്താ പറയാ, പാല് തിളച്ചതിന് ശേഷമാണോ വീട് ടൂറ്? വീണയുടെ പുതിയ അടുക്കള ഈ സൈഡിൽ നിന്നുള്ള വ്യൂ. ആ സൈഡില് മൈക്രോവേവ്. അവിടെ എന്താ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, കട്ടിംഗ് ബോർഡ്. നാളെ ഗസ്റ്റ് ഉണ്ട്. ഒന്നും ഉണ്ടാക്കണില്ല, എല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കും. സെറ്റിൽ ആവാണ്ട് ഞാനേ എല്ലാം കൂടെ ആയി കഴിഞ്ഞ് പണി കിട്ടും. ഒന്നാമത് എനിക്കിപ്പോ 3-4 ദിവസം കഴിഞ്ഞാൽ വയ്യ പണിയൊക്കെ എടുത്തിട്ട്. അപ്പൊ ഇനി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് എല്ലാം പൂർവാധികം ശക്തിയോടെ തിരിച്ചെത്തും. എല്ലാം സെറ്റിൽ ആയില്ലേ? വാഷിംഗ് മെഷീൻ റെഡിയായി, കുക്കർ റെഡിയായി, നെറ്റ് ശരിയായി. പിന്നെ ഇനി എന്ത് വേണം ആനന്ദലബ്ധിക്ക്? അല്ല വീട് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഇനിയും കുറച്ച് സാധനങ്ങൾക്ക് വരാനുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഏകദേശം. പിന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ടത്തെ വീട് പോലെ വലിച്ചു വാരി സാധനങ്ങൾ ഇടരുത് എന്നൊക്കെ. അന്ന് ചെറിയ വീടായതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് സാധനങ്ങളുണ്ട്, കുറെ കളഞ്ഞു ഞങ്ങള്. അപ്പൊ ഇനി ഞങ്ങള് വളരെ കുറച്ച് സാധനങ്ങൾ വെക്കുന്നുള്ളൂ. പുതിയതായിട്ടൊന്നും വാങ്ങിക്കുന്നില്ല. വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പഴയത് കളഞ്ഞതിന് ശേഷം മാത്രം പുതിയത് വാങ്ങിക്കുള്ളൂ. തീരുമാനത്തിലെത്തി. 1200 പാത്രം, 2000 പുസ്തകം, ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ? കൊറേ കിടക്കേണ്ട താഴെ വെച്ചിട്ടുണ്ട് നമ്മള്. പാത്രങ്ങളൊക്കെ സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്ത കാരണം. അപ്പൊ ഈ ഫോട്ടോ എടുക്കാനേ കുറെ പാത്രങ്ങൾ വേണമല്ലോ. അപ്പൊ അതെല്ലാം കിടക്കേണ്ട താഴെ വെച്ചു. പിന്നെ ഇനി അത് ആവശ്യമുള്ള സമയത്ത് അത് കൊടുക്കുക, എടുക്കുക, തിരിച്ചു വെക്കുക. അങ്ങനെയാണ് ഇപ്പൊ. ഇതിപ്പോ അടുക്കളയില് പെരുമാറാൻ മാത്രമുള്ള പാത്രങ്ങൾ ഉള്ളൂ. സിങ്ക് കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് സിങ്കില് ഞാൻ 2-3 പാത്രങ്ങൾ കിടക്കും. പിന്നെ ഫുൾ ടൈം എനിക്ക് ഇങ്ങനെ വായി നോക്കും. ഞാൻ അവിടെ ചെന്നിരുന്ന് ആരൊക്കെ വരുന്നുണ്ട്, ആരൊക്കെ പോകുന്നുണ്ട്, ആരൊക്കെ പണിയെടുക്കുന്നുണ്ട്, ഏതൊക്കെ നാട്ടുകാരെ ജോലിക്ക് വരുന്നത്. ഇന്നലെ ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നു ഇവിടെ. ഇവിടെ പണിക്കുള്ളത് മുഴുവൻ കൊറിയക്കാരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിനക്ക് എങ്ങനെ കൊറിയക്കാരും ചൈനക്കാരും കണ്ടറിയാം? എനിക്കിപ്പോഴും അറിയില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ കൊറിയൻ സിനിമ
ഇപ്പൊ പുതിയ സംവിധായകരൊക്കെ അങ്ങനെയല്ലേ, കൊറിയൻ സിനിമ കണ്ടിട്ടല്ലേ സിനിമ എടുക്കാൻ പഠിക്കണം. അപ്പൊ അതുപോലെ വീണയും തുടങ്ങിയെന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് ഒരു ചൈനക്കാരൻ ഇവിടെ വന്നു. ചൈനക്കാരൻ വന്ന് ഞങ്ങൾ കുറെ നേരം സംസാരിച്ചു. ഇവിടെ ഒരു കുറച്ച് പണിയുണ്ടായിരുന്നു. പുള്ളി പോയി കഴിഞ്ഞപ്പോ വീണ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, അയാൾ കൊറിയക്കാരനല്ലേ? അപ്പൊ എനിക്ക് മനസ്സിലായി ഈ കൊറിയക്കാരെയും ചൈനക്കാരെയും തമ്മിൽ നന്നായിട്ട് തിരിച്ചറിയാവുന്ന. അതെ, ഭയങ്കര ഹൈറ്റ്. എന്റെ മനസ്സിൽ ചൈനക്കാരെന്ന് പറഞ്ഞത് ഏത് പാല് തളിച്ചു ഞാൻ തൂക്കി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പുറത്തേക്ക് തൂറ്റിക്കുന്നില്ല കേട്ടോ പിള്ളേരെ. അവിയാത്തോ What are you going to drink? ഞാൻ അവിടെ ഇരുന്നിട്ട് വർത്താനം പറയാട്ടോ. അത് കഴിഞ്ഞ പിന്നെ നമുക്ക് പ്രശ്നമില്ല. അപ്പതേ പാല് പിള്ളേർക്ക് കുടിച്ചോ കുടിച്ചോ. എന്നിട്ട് വീട് കാണിച്ചു കൊടുക്കും. എന്നിട്ട് അപ്പോഴേക്ക് പാല് ചൂടാവും. Finished by. കുടിച്ചാ ഗുഡ് ബോയ്. താഴെ ഇറങ്ങിയിരിക്കടാ. എനിക്ക് Hello. ഞാനിരിക്കും ചായ വേണോ? ലൈറ്റ് അടിപൊളിയായിട്ട്. ഇതാണ് ഹാള്. ഇവിടെ ഡൈനിങ് ടേബിള്, വീണയുടെ കുക്കിംഗ് മെഷീൻ. കുക്കിംഗ് മെഷീനാണ്. ഇത് നമ്മള് എയർപോർട്ടിൽ നിന്ന് വാങ്ങിച്ച തൃശ്ശൂപുരം. നമ്മള് ഷുഗർ ഇല്ലാണ്ട് എന്താഘോഷല്ലേ. നമ്മള് ഇതാണ് മിനിമലിസ്റ്റിക് ആയിട്ട് എന്താണ് ഷോക്കേസ് എന്ന് വേണമെങ്കിൽ പറയാം. സാധനങ്ങൾ പൊളിപ്പിച്ച് വെക്കാനുള്ള സ്ഥലം. ഇത് ഷൂറാക്ക്. ലൈറ്റ് കിച്ചൺ പിന്നെ നേരത്തെ കണ്ടല്ലോ. വേണേ ലൈറ്റ് ഇട്ടോ. ലൈറ്റ് ഇട്ടോ. കിച്ചണീന്ന് ഉള്ള വ്യൂ ഇതാണ്. മാഗ്നറ്റ്സ് ഫ്രിഡ്ജില് നമ്മുടെ യാത്രകളുടെ ഒക്കെ ഒരു ഓർമ്മയ്ക്കായിട്ട് സോനിയസ് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്. അപ്പൊ പല പല സ്ഥലങ്ങളിൽ പോകുന്നതിന്റെ ഒരു തിരിച്ചു വരുമ്പോ നമ്മള് അത് ഒന്ന് രണ്ടൊന്നല്ല കുറച്ചധികം വാങ്ങിച്ചിട്ട് വരും. അപ്പൊ ഇപ്പൊ പോർച്ചുഗലിൽ പോയപ്പോ അതേ കോഴി, പിന്നെ എന്നിട്ടായിരുന്നു ഇപ്പൊ കോഴികൾ കുറെ ഉണ്ട് അല്ലേ. ഇവിടെ കോഴിയുണ്ട്, അങ്ങനെ കുറെ ഐറ്റംസ്. അപ്പൊ അതൊരു ചേട്ടൻ പറഞ്ഞു ഫ്രണ്ടിൽ വെക്കണ്ട, സൈഡിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇത് നമ്മുടെ മണി. ഇത് ശ്രീലങ്കയുടെ സമ്പാദ്യം. അവിടെ ഒരുത്തൻ ഓഡിയോ ബുക്കും കേട്ട് നിൽക്കുന്നുണ്ട്. ഓഡിയോ ബുക്ക് അല്ല അല്ലേ? ഇപ്പൊ നെറ്റ് കിട്ടിയപ്പോ എനിക്ക് സന്തോഷം തീർക്കുന്നു. ഇതാണ് ഞങ്ങള് മാസ്റ്റർ ബെഡ്റൂം. ഇത് ജാൻചേട്ടന്റെ ലോകം. ബുക്ക് ഷെൽഫ്. ഞങ്ങള് ബെഡ്റൂമിലെല്ലാം ഓൾമോസ്റ്റ് വൈറ്റ് ആണ്, അതുകൊണ്ട് വൈറ്റ് ബുക്ക് ഷെൽഫ് വാങ്ങിച്ചു 2 എണ്ണം. ഇത് വന്നിട്ട് ഫുൾ ആയിരുന്നു ഏകദേശം ആദ്യത്തെ ബുക്ക് ഷെൽഫ്. നാത്തുന്റെ സ്റ്റഡി ടേബിള്, വീണയുടെ ക്യാബിനറ്റ്. ഇതിലിപ്പോ നമ്മള് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യാന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തൽക്കാലം ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതിപ്പോ സാരികള് എന്താ പറയാ ഹാങ്ങേഴ്സ് ഇല്ലാത്ത കാരണം തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടാണ് ഇതേപോലെ ആക്കി വെച്ചിരിക്കുന്നത്. 6 എണ്ണായിട്ട്. ജാൻചേട്ടന്റെ ഷർട്ടും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ കുറച്ച് ചുരിദാറും കുറച്ച് സാരി ഹാങ്ങേഴ്സിൽ തൂക്കിയിട്ടുണ്ട്. അങ്ങനെ പോന്നു. അത് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തോളാം. ഇവിടെ ഒരു ബാത്റൂം. ഇത് പഴയ വീട്ടിലുണ്ടായിരുന്ന അലമാരി ഇങ്ങോട്ട് എത്തിച്ചു. അതെ, ഇത് ഫുൾ ഗ്ലാസ്. അവിടെ ആ വീട് മുറിയിലായിരുന്നു ഇത് തന്നെ. പിന്നെ അപ്പുറത്ത് ബാൽക്കണി. അതിപ്പോ ഇരുട്ടായി. തുറന്നാല് രാത്രി വ്യൂ ആണ്. രാത്രിത്തെ വ്യൂ. അപ്പുറത്തെ ഫ്ലാറ്റുകൾ, അവിടെ ഓഫീസ്. നമ്മൾ അലക്കിയിട്ടിരിക്കുന്നു. ഇത് റൈറ്റ് സൈഡിലുള്ളത് ചെറിയ വാഷിംഗ് മെഷീൻ റൂം. പിന്നെ അതില് നമ്മുടെ ബക്കറ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ട് അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ കുറച്ചും കൂടെ വളരെ സിമ്പിളാണല്ലേ. ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത സിമ്പിൾ ആൻഡ് സ്ട്രേറ്റ് വീട്. എന്റെ മകൻ ഇരുന്നോടെ പഠിക്കുന്നുണ്ടോ. ഇതാ വീട് കബോർഡ്സ്. അവർക്ക് തനിയെ കബോർഡ് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ അവന്റെ ഇതിൽ കൈ കടത്തുന്നില്ല. പക്ഷെ ഞാൻ ചെറുതായിട്ട് കൈ കടത്തിയിട്ടുണ്ട്, അത് വേറെ കാര്യം. പിന്നെ ഇത് ആൺകുട്ടന്റെ ബ്ലാക്ക് വേണം തീം എന്ന് പറഞ്ഞ കാരണം അവന് ബുക്ക് ഷെൽഫും ബുക്ക് ഷെൽഫ്
പുള്ളിക്കാരന് ബ്ലാക്ക് ഷെൽഫ് വാങ്ങിച്ചു കൊടുത്തു അച്ഛൻ. അവയുടെ ബുക്ക് ഷെൽഫ് പിന്നെ ഇത് മുഴുവൻ ട്രാവൽ റിലേറ്റഡ്. നമ്മൾ റിക് സ്റ്റീവ്സ് പറഞ്ഞല്ലേ, റിക് സ്റ്റീവ്സിന്റെ പുസ്തകങ്ങളാണ് മിക്കവാറും യൂറോപ്പിലുള്ള എല്ലാ സ്ഥലങ്ങളെയും പറ്റി. പിന്നെ അവന്റെ ഒരു കമ്പ്യൂട്ടർ വെച്ച് കൊടുത്തു, അവന്റെ സ്റ്റഡി ടേബിൾ ബ്ലാക്ക് ആക്കി കൊടുത്തു. പിന്നെ പ്രിന്റർ അവിടെ അവന് സ്പെഷ്യലായിട്ട് തനിയെ ഒരു ഫ്രിഡ്ജ് വേണമെന്ന് പറഞ്ഞ കാരണം നമ്മുടെ രണ്ടാമത്തെ ഫ്രിഡ്ജ് അവന്റെ റൂമിലോട്ട് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞു കിടക്കാതെ കാണിച്ചു കൊടുക്കണ്ടേ. നമ്മുടെ അവയുടെ ബെഡ് ഇതേപോലെ തന്നെ ബ്ലാക്ക്. ഇനി ഇത് അൺബോക്സ് ചെയ്യാൻ കുറച്ചുകൂടി സാധനങ്ങൾ എടുക്കാനുണ്ട് ബോക്സ് ചെയ്യുന്നത്. ഇത് ഞങ്ങള് ഹൈഡ്രോളിക് ബെഡാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. കാരണം സാധനങ്ങൾ കുറെ ഉള്ള കാരണേ, അപ്പൊ ഞങ്ങള് അതിന്റെ ഉള്ളില് കുറെ സാധനങ്ങൾ വെക്കാൻ വേണ്ടിട്ട് ഐക്കി പോയിട്ട് അവിടെ നിന്ന് ഹൈഡ്രോളിക് ബെഡ് രണ്ടും ഇങ്ങനെ പൊക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ അതിൽ കണ്ടില്ലേ കുറേ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ പെട്ടികളിൽ സാധനം തുണികളും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട്, അത് വിൻ്റർ ക്ലോസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി ഈ പോർച്ചുഗലൊക്കെ പോകുമ്പോൾ ഓവറായിട്ട് തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ കുറേ വിൻ്റർ ക്ലോസ് ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്ത കാര്യങ്ങൾ, പിന്നെ കിടക്കുക, വല്ലപ്പോഴും വല്ലവരും വരുമ്പോൾ ഉപയോഗിക്കാനുള്ള ഫോൾഡബിൾ കിടക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് നമുക്ക് എടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ അങ്ങ് ബെഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ രണ്ട് കിടക്കുക അങ്ങനെ തന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ എന്റെ പാത്രങ്ങളൊക്കെ ഇതേപോലെ എന്റെ ബെഡ്റൂമിലത്തെ കിടക്കയാണ്. അങ്ങനെയാണ് പരിപാടികൾ. ഇപ്പൊ എത്രയ്ക്കുള്ളൂ. ഇതൊക്കെയാണ് നമ്മളെ വീട്. ഇത് ബാത്റൂമിന് കാണിക്കണ്ടല്ലോ. 3 ബാത്റൂം ഉണ്ട്. ഫ്രണ്ടിൽ തന്നെ ഒരു ഗസ്റ്റ് ബാത്റൂം ഉണ്ട്. അതെ, ബാത്റൂം ഇപ്പൊ കുഞ്ഞു ബാത്റൂം. ഇവിടെ അവി സെറ്റപ്പ് ചെയ്തോണ്ടിരിക്കുന്നു. അവിടെ പെയിന്റിങ് വയ്ക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് ഇത് അവിടെ പെയിന്റിങ് അല്ല കേട്ടോ, അതൊരു കസിന്റെ പെയിന്റിങ്ങാണ്. അവിടെയൊക്കെ പുള്ളിയുടെ കലാപരിപാടികളാണ് ഇതൊക്കെ. ഷെല്ലൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ പെയിന്റിങ് വെച്ചിട്ടുണ്ട് അവിടെ ബാത്റൂമില്. കലാകാരന്മാര് അങ്ങനെയാണല്ലേ, എനിക്കറിയില്ലായിരുന്നു. ഇപ്പൊ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ വീട്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് സെറ്റപ്പ് ചെയ്യാനുണ്ട്. പിന്നെ ഈ ബോട്ടിൽസ് മാറ്റാനൊരു സ്ഥലം കണ്ടുപിടിക്കണം. ഇപ്പോൾ തൽക്കാലം ഞാൻ ബോട്ടിൽ ഇവിടെ തന്നെ വെച്ചിരിക്കുന്നത്, വെള്ളത്തിൻ്റെ ക്യാൻസ്. അപ്പോൾ ഇത് നമ്മളെ വാട്ടർ ഡിസ്പെൻസർ, ഞങ്ങളുടെ ഫോട്ടോ, ഇത്രയൊക്കെയാണ് നമ്മുടെ വീട്. അപ്പോൾ നിങ്ങളുടെ അനുഗ്രഹം തീർച്ചയായിട്ടും കൂടെ വേണം, നിങ്ങളുടെ പ്രാർത്ഥന, സ്നേഹം. ഇത് എൻ്റെ ഫ്രണ്ട് ദീപ നാട്ടിൽ നിന്ന് വന്നിട്ടായിരുന്നു. അപ്പോൾ അവൾ തന്ന ഫ്ലവർ പോട്ടാണ്. അപ്പോൾ നമ്മുടെ താഴെ കാരിഫോർ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ അവർ ആദ്യമായിട്ട് ചെന്ന കസ്റ്റമേഴ്സിന് പൂ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പൂ കിട്ടിയ പൂ ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ചതാ. അത് വാടിപ്പോയി. അപ്പം അതിൻ്റെ ഉള്ളിൽ നിറയെ പൂ വാങ്ങിച്ചു വെക്കണം കേട്ടോ ചേട്ടാ. അതെ, അപ്പൊ വീട് മാറുക 9 വർഷം 8 വർഷമല്ലേ നമ്മൾ പഴയ വീട്ടിൽ താമസിച്ചേ. 8 വർഷം പഴയ വീട്ടിൽ ഒരു വീട്ടിൽ താമസിച്ചിട്ട് 9ാമത്തെ വർഷമാണ് നമ്മൾ ഈ പുതിയ വീട്ടിലോട്ട് മാറുന്നത്. അപ്പൊ ആദ്യത്തെ വീട് മാറുന്ന പറയുമ്പോൾ നമ്മളെ കൂടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാനൊക്കെ, സരോജിനി ചേച്ചി ഉണ്ടായിരുന്നു. അന്ന് അന്തുമോൻ ചെറുതായിരുന്നു ആ സമയത്ത്. അപ്പൊ എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം കുട്ടീനെ കൊണ്ട് പൊടിയുള്ള സ്ഥലത്തേക്ക് വരാൻ പറ്റില്ല. അപ്പൊ ചേച്ചി എല്ലാം വന്ന് അറേഞ്ച് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ വന്നത്. പിന്നെ ആദ്യമായിട്ട് ദുബായിൽ വന്നപ്പോഴും ജാന്റെ അമ്മ പാത്രങ്ങളടക്കം കുക്കറടക്കം എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു വീട് മാറൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ അനുഭവിക്കുന്നത് സത്യം പറഞ്ഞ. അപ്പൊ അത് കാരണം എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയാ, കുറെ പണി ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ചെറിയൊരു വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ചെറിയ വീടാണെങ്കിൽ പോലും അതിൽ ഒരുപാട് 2-3 വീട്ടിലേക്ക് കൊള്ളുന്ന സാധനങ്ങൾ ഓൾറെഡി ഉണ്ടായിരുന്നു. അതിനെ സോർട്ട് ചെയ്ത് കളയേണ്ടതൊക്കെ കളഞ്ഞു. പിന്നെ അതുപോലെ നല്ലത് മാത്രം എടുത്തിട്ട് വീട് ഇവിടെ വന്നിട്ടും അതിൽ നിന്ന് കളയേണ്ടതായിട്ട് വന്നു. അങ്ങനെയെല്ലാം എന്താ പറയാ ഒന്ന് ഒതുക്കി പറക്കി വന്നപ്പോൾ 4 ദിവസം കഴിഞ്ഞു. അപ്പോൾ 4ാമത്തെ ദിവസമാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഇനിയും പണികളുണ്ട്, എന്നാലും ഇപ്പൊ ജീവിക്കാൻ പറ്റുന്നൊരു കണ്ടീഷനിലായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ മിസ് ചെയ്തു എന്ന് പറഞ്ഞ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. കാരണം പോർച്ചുഗലിലെ കള്ളന്റെ എപ്പിസോഡിന് ശേഷം ചേച്ചിനെ കാണുന്നില്ല, എന്ത് പറ്റി, കള്ളം കൊണ്ടുപോയോ, ഹാങ്ങോറിലിരിക്കുകയാണെന്നൊക്കെ ചോദിച്ചു കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇവിടെ നെറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ എന്താ പറയാ, വീഡിയോ ഇടാതൊന്നും നിവൃത്തിണ്ടായിരുന്നില്ല. ഇന്നാണ് നെറ്റൊക്കെ ശരിയായി. അപ്പൊ വീണ്ടും ബാക്ക് ടു നോർമൽ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ന്യൂ ഇയറിന് ശേഷം തിരിച്ചും നമ്മുടെ റെസിപ്പീസ് ആയിട്ട് ഞങ്ങൾ വരും. പിന്നെ നമ്മുടെ കള്ളന്റെ എപ്പിസോഡ് ഇട്ടപ്പോ ഒരുപാട് പേര് അവരുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അഭിപ്രായങ്ങൾ എന്നല്ല, അവർക്കും ഇതേപോലത്തെ എന്താ പറയാ അഭിപ്രായങ്ങളും അനുഭവങ്ങളും ഉണ്ടായിരുന്നു. പലരും പറഞ്ഞിരുന്നു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പാർട്ട്മെന്റ്സ് എടുക്കാതെ ഹോട്ടൽസ് ചൂസ് ചെയ്യാന്നുള്ള, അതും നല്ല കാര്യമാണ്.
ഒരു നല്ല നിർദ്ദേശമാണ്. നമ്മള് ചിന്തിക്കുമ്പോ നമ്മള് കേട്ടിട്ടുള്ള കഥകളിലും ഹോട്ടലുകളിലും കവർച്ചയുള്ള കഥകൾ ഉണ്ടായിരുന്നു. പക്ഷെ കംപ്ലീറ്റ്ലി പ്രിക്കോഷൻസ് എടുത്തിരുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ പാസ്പോർട്ടൊക്കെ പുറത്ത് ബാഗിൽ നിന്ന് മാറ്റി വെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഇതുണ്ടായിരുന്നു. പിന്നെ എല്ലാം നല്ലതാണോ സംഭവിച്ചത് മോശമാണോ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നല്ലതാണെന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. കാരണം അത് കൂടുതൽ പ്രിക്കോഷൻസ് എടുത്ത് അവർക്ക് കിട്ടാത്തൊരു സ്ഥലത്ത് വെച്ചിരുന്നുവെങ്കിൽ ആളുകള് അവർക്ക് എന്താ പറയാ വിളിച്ചുണർത്തി ചോദിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തുമ്പോ അതെങ്ങനെ പര്യവസാനിക്കുമെന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് കുട്ടികളും ഇതൊക്കെ ഉള്ള ഒരു അപ്പൊ അതുകൊണ്ട് കൊണ്ടുപോയത് നന്നായി തന്നെ ഞാനും പറയണം. പിന്നെ ഭാഗ്യത്തിന് നമുക്ക് പാസ്പോർട്ട് തിരിച്ചു കിട്ടി, കുറച്ച് പൈസ പോയി. പക്ഷേ ഈ പറഞ്ഞ പോലെ പൈസ നമുക്ക് വീണ്ടും ഉണ്ടാക്കാം. ഞങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടി, കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ റൂം നമുക്ക് തുറന്നിട്ടുണ്ടോ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. റൂം തുറന്നിട്ടുണ്ടോ എല്ലാവരും ജനൽ വഴിയാണ് വന്നത്. അപ്പൊ അതെന്താ അത് കള്ളന്മാരം എടുക്കാണ്, നമുക്കൊന്നും പറയാനില്ല. പിന്നെ എന്താ പറയാ booking.com കസ്റ്റമർ റിവ്യൂസ് അതുവരെ റിവ്യൂ ചെയ്തിരുന്ന ആൾക്കാർക്കൊക്കെ നല്ല റിവ്യൂസ് ഉള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പൊ ആദ്യമായിട്ടൊരു ഹോട്ടലിനെ കുറ്റം പറയാനും പറ്റില്ല, നമുക്ക് മുഴുവൻ പറയാൻ പറ്റില്ല. എങ്ങനെയാണ്, എവിടെയാണ്, ആരാണ് അതില് ആയിരിക്കാം. ഇപ്പൊ നമുക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അത് അന്വേഷിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. 1.5 ദിവസത്തിൽ എങ്ങനെ പാസ്പോർട്ട് കിട്ടി സ്ഥലം കൈവശാന്നുള്ള. പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പോലീസുകാർക്ക് എങ്ങനെ പാസ്പോർട്ട് കിട്ടിയത് നിങ്ങൾ ചോദിച്ചില്ലേ, അപ്പൊ അതെങ്ങനെയാണ്, അത് എന്ത് കളികളാണ് നിങ്ങൾ. അപ്പൊ ഞാൻ ആക്ച്വലി ചേട്ടനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പാസ്പോർട്ട് കിട്ടിയെന്ന് ഫോൺ വന്നപ്പോ, പോലീസ് സ്റ്റേഷനിൽ ഫോൺ വന്നപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാനു ഇത് എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കാൻ. സുനില് പറഞ്ഞു ഒന്നും ചോദിക്കാൻ നിൽക്കേണ്ട, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾക്കത് വാങ്ങിച്ച് തിരിച്ചു പോരാനുള്ള കാര്യങ്ങൾ നോക്കുക. കാരണം എന്താണ് നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിലൊന്നും നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മൂടും കാര്യങ്ങളും നമുക്കറിയില്ല. അപ്പൊ അന്യദേശത്ത് പോകുമ്പോ എന്താ പറയാ പഞ്ചപുച്ഛം അടക്കി നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ നേടി പോവാന്നുള്ളതാണ് ഞങ്ങൾ അവിടെ സ്വീകരിച്ച മാർഗം. അപ്പൊ എങ്ങനെ കിട്ടിയത് നമുക്കറിയില്ല, അവരോട് നമ്മൾ ചോദിച്ചിട്ടില്ല. അതെ ഹാപ്പിയാണ്. പോയി എന്ന് പറഞ്ഞ സാധനം കിട്ടിയപ്പോ പിന്നെ അതിൽ വേറെ എന്തോ ചോദ്യങ്ങളില്ല. അല്ലെങ്കിൽ ആ പ്രോസസ്സിൽ കൂടെ കടന്നു പോകണം. അപ്പൊ അതില്ലാതെ കഴിയാന്നുള്ള വലിയൊരു ഇതായിരുന്നു. 1.5 ദിവസത്തിൽ അത് കഴിയോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ അടിച്ചിട്ടായിരുന്നു. ഒരുപാട് പേര് പറഞ്ഞില്ല 6 മാസം എടുത്തു ഇറ്റലിയിൽ വെച്ചിട്ട്, അല്ല ഇവിടെ വെച്ചിട്ട് ഫ്രാൻസിൽ വെച്ചിട്ട് പോയി എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒരു കുട്ടി മെസ്സേജ് വെച്ചിട്ടുണ്ട്. അറിയില്ല, ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ. അപ്പൊ ഒരുപാട് പേര് ഇതേപോലെ ഇങ്ങനത്തെ ഒരു അനുഭവത്തിൽ അവർക്ക് ശരിക്കും അത് കണക്ട് ചെയ്യാൻ പറ്റി. അപ്പൊ അതുകൊണ്ട് ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജുകളൊക്കെ അയച്ചു. അതിന് ഒരുപാട് സന്തോഷം. കൂടെ നിന്നവർക്കും ഒരുപാട് നന്ദി. അതെ, അപ്പൊ എന്തോ ഒരു വലിയൊരു കഷ്ടകാലം ഒഴിഞ്ഞു പോയി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പൊ 2020 നല്ലൊരു മനോഹരമായ വർഷമായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതേപോലെ നിങ്ങൾക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. അപ്പൊ അതെ, പിന്നല്ല ഒക്കെ നമ്മുടെ കയ്യിലല്ലേ. അപ്പൊ ഒക്കെ നമ്മുടെ കയ്യിലല്ല, അത് വേറെ കാര്യം. പാതി നമ്മുടെ കയ്യിലും പാതി മേലെ ആണ്. പാതി നമ്മുടെ കയ്യിലല്ല. നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിനോടുള്ള റെസ്പോൺസ് നമുക്ക് കൺട്രോൾ ചെയ്യാം. അത് നമ്മുടെ കയ്യിൽ. ചേട്ടനെ ഞാൻ നമസ്കരിച്ചിരിക്കുന്നു. റെസ്പോൺസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞേ വീഡിയോ എടുക്കുന്ന മുമ്പ് താടി മടിക്കുന്നവനൊക്കെ പറഞ്ഞ 4 മണിക്കുള്ള നാളെ ഓഫീസ് ഉണ്ട്. അപ്പൊ ഒരു മടിയുണ്ട്. ഇത്ര ദിവസം ലീവായിട്ട് 4 ദിവസം നല്ല മടിയാണ്. 4 ദിവസം ലീവായിട്ട് പിന്നെ ഞങ്ങള് രാവിലെ 6 മണിക്ക് എണീറ്റ് വീട് വൃത്തിയാക്കലും ഭാര്യയും ഭർത്താവും നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ. വീട് വൃത്തിയാക്കലും ഇങ്ങനെ എന്താ പറയാ ഓരോ സാധനങ്ങൾ ഗ്യാസ്, വാഷിംഗ് മെഷീൻ, ടെലിഫോൺ പറഞ്ഞിട്ട് രസമാണ്. ഒരു എന്താ പറയാ ഇതുവരെ കടന്നു പോകാത്തൊരു പലപ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു ഇതുപോലെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ ജീവിതം വളരെ സുഗമമായി ഒഴുകി പോകുമ്പോ കുറച്ചൊരു താൻപോരിമയൊക്കെ വരും. ഒന്ന് ലെവൽ ഹെഡഡ് ആവാനാണ് ഇടയ്ക്ക് ഇങ്ങനത്തെ കൊട്ട് കിട്ടുന്നത്. ഇതുപോലുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകും. അതെ, അത്രയ്ക്കുള്ള വിശേഷങ്ങൾ. അപ്പൊ ഞാൻ പുതിയ വീട്ടില് താമസം തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാവും എനിക്കറിയാം. പ്രാർത്ഥനയും സ്നേഹവും എപ്പോഴും കൂടി ഉണ്ടാവുമെന്നും അറിയാം. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ വിഷു ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഒരു നല്ല വർഷം ആശംസിക്കുന്നു. നമുക്ക് ന്യൂ ഇയറിന് ശേഷം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം. താങ്ക് യു, ബൈ.